നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. കഴിഞ്ഞ ദശകത്തിൽ വിരാട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ കണ്ടു. അങ്ങനെ ഉണ്ടായ ആ ഹിരണ്മയ അണ്ഡത്തിനുള്ളിൽ പ്രവേശിച്ച് ഹിരണ്യഗർഭനായിട്ട് ശോഭിച്ച ഭഗവാന്റെ വിരാട് പുരുഷ സ്വരൂപത്തെ നമുക്ക് ഉപാസനയ്ക്ക് യോജിക്കുന്ന വിധത്തില് വർണ്ണിക്കുകയാണ് ഈ ഒരു ദശകത്തിൽ. ഒന്നാമത്തെ ശ്ലോകം. ഏവം ചതുർദശ ജഗന്മയദം ഗദസ്യ പാതാളമീശതവ പാദതലം വദന്തി പാദോർധദേശമപി ദേവരസാതലം തേ ഗുൽപദ്വയം ഖലു മഹാതലമദ്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗദസ്യ പാതാളം ഈശ തവ പാദതലം വദന്തി പാദ ഊർധദേശം അഭി ദേവ രസാതലം തേ ഗുൽഹദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഏവം ചതുർദശ ജഗന്മയതാം ഗദസ്യ. ഇപ്രകാരം 14 ലോകങ്ങളായിട്ട് മാറിയ ആ പ്രപഞ്ചത്തിൽ ആ 14 ലോകങ്ങളുടെയും രൂപത്തെ കൈക്കൊണ്ട ആ ഭഗവാനെ വർണ്ണിക്കുക. ഭഗവാന്റെ ഓരോ അവയവങ്ങളെ എടുത്തു പറയുകയാണ്. പാതാളം ഈശ തവ പാദതലം വദന്തി. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാദതലമാണ്, അതായത് ഉള്ളങ്കാലാണ് പാതാള ലോകം. അതേപോലെ പാദ ഊർധദേശം അഭി ദേവ രസാതലം തേ. അങ്ങയുടെ ആ പാദത്തിന്റെ ഊർധദേശം പുറവടി അത് രസാതലവുമാകുന്നു. ഗുൽഫദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ഗുൽഫദ്വയം, ദ്വയം 2, ഗുൽഫം നിര്യാണി. അപ്പൊ കാലിന്റെ 2 നിര്യാണികളുമാണ് മഹാതലം. അല്ലയോ അത്ഭുതാത്മാവേ ഭഗവാനെ, അങ്ങയുടെ കാലിന്റെ പുറവടി രസാതലവും അതുപോലെ ഉള്ളംകാല് പാതാള ലോകവും ഉൽഭദ്വയം അത് മഹാതലവുമാകുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഏവം ചതുർദശ ജഗന്മയദം ഗദസ്യ പാതാളമീശതവ പാദതലം വദന്തി പാദോർധദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലം അദ്ഭുതാത്മൻ. ശ്ലോകം 2. ജംഘേ തലാതലമതോ സുതലം ച ജാനു കിഞ്ചോരുപാകയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ജംഘേ തലാതലം അധ സുതലം ച ജാനു കിഞ്ച ഊരുഭാഗയുഗളം വിതല അതലേ ദ്വേ ക്ഷോണീതലം ജഘനം അംബരം അംഗനാഭിർ വക്ഷഃ ച ചക്രനിലയഃ തവ ചക്രപാണേ. അല്ലയോ ചക്രപാണിയായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ജംഘേ തലാതലം, അങ്ങയുടെ ജംഘകൾ കണങ്കാലുകൾ തലാതലവും അത സുതലം ച ജാനുക്കൾ അതായത് കാൽമുട്ടുകൾ സുതലവും കിഞ്ച ഊരുഭാഗയുഗളം ആ തുടക്കാമ്പുകൾ, ആ തുടക്ക 2 ഉണ്ട്, മുകൾ ഭാഗവും താഴ്ഭാഗവും. അപ്പം ആ തുടക്കാമ്പിന്റെ അടിഭാഗം വിതലവും മുകൾ ഭാഗം അതലവുമാകുന്നു. ക്ഷോണീതലം ജഘനം, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ജഘനം അരക്കെട്ട് ക്ഷോണീതലമാകുന്നു, ഭൂലോകമാകുന്നു. അങ്ങനെ അംബരം അംഗനാഭി, അംബരം ആകാശം അതായത് അന്തരീക്ഷ ലോകം അതാകുന്നു നാഭിപ്രദേശം. തവ വക്ഷഃ ച ചക്രനിലയഃ, അങ്ങയുടെ വക്ഷസ് അതായത് മാറിടം ചക്രന്റെ നിലയമാണ്. അതായത് ചക്രൻ ഇന്ദ്രന്റെ ലോകവുമാകുന്നു, സ്വർഗലോകവുമാകുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഇപ്പൊ ചക്രവാണിയായിട്ടുള്ള ദേവ, അങ്ങയുടെ ജംഘകൾ തലാതലവും ജാനുക്കൾ സുതലവും തുടക്കാമ്പുകൾ 2 അതലവും വിതലവും ജഘനം ശോണീതലവും നാഭിപ്രദേശം അന്തരീക്ഷ ലോകവും മാറിടം ഇന്ദ്രലോകവുമാകുന്നു എന്ന് പറയുന്നു ഈ ഒരു ശ്ലോകത്തിൽ. ജംഘേ തലാതലമതോ സുതലം ച ജാനു കിഞ്ചോരുപാകയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർ
വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ശ്ലോകം 3. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഹാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈർ അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഗ്രീവാ മഹഃ തവ മുഖം ച ജനഃ തപഃ തു ഫാലം ശിരഃ തവ സമസ്ത മയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈഃ അപി അന്യൈഃ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ജഗന്മയതനോ, അല്ലയോ ജഗത്തിന് സർവ ലോകങ്ങളുടെയും രൂപമായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ ഗ്രീവ മഹഃ, അങ്ങയുടെ ഗ്രീവം കഴുത്ത് മഹർലോകവും, തവ മുഖം ച ജനഃ, അവിടുത്തെ മുഖം ജനലോകവും, തപഃ തു ഹാലം, തപോലോകമാകുന്നു അങ്ങയുടെ നെറ്റിത്തടം, അതേപോലെ ശിരസ് സമസ്ത മയസ്യ സത്യം, ആ സത്യലോകവുമാകുന്നു ബ്രഹ്മലോകം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈ അഭി അന്യൈഃ നിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ഇപ്രകാരം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ശരീരത്തോടു കൂടിയ അല്ലയോ ഭഗവാനെ, ലോകത്തെ ആശ്രയിച്ചിരിക്കുന്ന സർവ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്ന ശരീരത്തോടു കൂടിയിരിക്കുന്ന അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ് 3-ാമത്തെ ശ്ലോകത്തിൽ മെൽബത്തൂർ. ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തവസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈർ അപ്യന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ. ശ്ലോകം 4. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധ ചന്ദാംസി കേശവകനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പശ്മാനി രാത്രി ദിവസൗ സവിതാജനേത്രേ. ത്വദ്ബ്രഹ്മരന്ധ്രപദം ഈശ വിശ്വഗന്ധ ചന്ദാംസി കേശവ ഖനാസ്തവ കനഃ തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പശ്മാനി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. അല്ലയോ ഈശ്വര വിശ്വഗന്ധ, പ്രപഞ്ചകാരണനായിട്ടുള്ള ഈശ്വര, അങ്ങയുടെ ബ്രഹ്മരന്ധ്രം, അങ്ങയുടെ ബ്രഹ്മരന്ധ്രം നെറുക വേദങ്ങളാകുന്നു. അതേപോലെ അങ്ങയുടെ കേശപാശങ്ങൾ മേഘങ്ങളാകുന്നു. പുരികക്കൊടികളോ ഉല്ലാസ ചില്ലിയുഗളം, അതാണ് പുരികക്കൊടികളെ പറയുകയാണ്, അത് ദ്രുഹിണന്റെ ഗൃഹമാകുന്നു, അതായത് ബ്രഹ്മാവിന്റെ ഗൃഹമാകുന്നു. അതുപോലെ പശ്മാണി എന്താണ്? കൺപീലികൾ രാപ്പകലുകളും, പിന്നെ സവിതാജനേത്രേ സൂര്യൻ ചന്ദ്രന്മാര്, അത് കണ്ണുകളുമാകുന്നു, അങ്ങയുടെ നേത്രവും ആകുന്നു എന്ന് പറയുകയാണ്. അല്ലയോ പ്രപഞ്ചകാരണനായിട്ടുള്ള ഈശ്വര, അങ്ങയുടെ ബ്രഹ്മരന്ധ്രം വേദങ്ങളാകുന്നു, അങ്ങയുടെ കേശപാശങ്ങൾ മേഘങ്ങളുമാകുന്നു, അങ്ങയുടെ പുരികക്കൊടികളാകട്ടെ ബ്രഹ്മാവിന്റെ ഗൃഹമാകുന്നു, കൺപീലികൾ രാപ്പകലുകളും, ആ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരുമാകുന്നു എന്ന് പറയുകയാണ് ഈ 4-ാമത്തെ ശ്ലോകത്തിൽ. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വഗന്ധാം ചന്ദാംസി കേശവകനാസ്തവ കേശപാശ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പശ്മാണി രാത്രി ദിവസൗ സവിതാജനേത്രേ. ശ്ലോകം 5. നിശേഷ വിശ്വരചനാ ജഗടാക്ഷമോക്ഷ കർണൗ ദിശോഷിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രബേജ ഭഗവന്നതരോത്തരോഷ്ട്രൗ താരാഗണാശ്ച ദശനാശമനംശ്ച ദംഷ്ട്രാം. നിശേഷ വിശ്വരചന ച കടാക്ഷമോക്ഷഃ കർണൗ ദിശഃ അശ്വയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേജ ഭഗവൻ അധരോത്തരോഷ്ട്രൗ താരാഗണാശ്ച ദശനാഃ ശമനാഃ ച ദംഷ്ട്രാ.
നിശേഷ വിശ്വരചനാച കടാക്ഷമോക്ഷ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ തൃക്കടാക്ഷം സമസ്ത പ്രപഞ്ചത്തിന്റെയും സൃഷ്ടിയാകുന്നു. അതേപോലെ കർണവും ദിശഹ, അങ്ങയുടെ കർണങ്ങൾ ദിശകളും, അതായത് ചെവികൾ ദിക്കുകളാകുന്നു. തവ നാസികേദ്വേ അശ്വയുഗളം, അങ്ങയുടെ നാസികാരന്ധ്രങ്ങൾ അശ്വിനി ദേവന്മാരും. 2 ദ്വാരങ്ങളുണ്ട്, അത് രണ്ടും അശ്വിനി ദേവന്മാരാണ്. അശ്വിനി ദേവന്മാർ രണ്ടുണ്ടല്ലേ, അശ്വിൻ ദസ്രൻ എന്ന് പറയുന്ന 2 അശ്വിനി ദേവന്മാരുണ്ട് ആണ്. അപ്പൊ അവരും അതുപോലെ തന്നെ ലോഭത്രവേജ ഭഗവൻ അധരോത്തരോഷ്ട്രവും. അപ്പൊ അധരോത്തരോഷ്ട്രവും, ആ അധരം, ചുണ്ടുകൾ രണ്ടും, മേൽചുണ്ടും കീഴ്ചുണ്ടും, അങ്ങയുടെ ആ താഴത്തെ ചുണ്ട് ലോഭവും മുകളിലത്തെ ചുണ്ട് ലജ്ജയും ആകുന്നു. അതുപോലെ തന്നെ ഇനിയും ദശനാഹ ശമനാഹ ച ദംഷ്ട്ര, അങ്ങയുടെ പല്ലുകൾ, അതാണ് ദന്തനിരകൾ, നക്ഷത്രങ്ങളും ദംഷ്ട്ര യമനുമാകുന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ആ തൃക്കടാക്ഷമാണ് സമസ്ത പ്രപഞ്ചത്തിന്റെയും സൃഷ്ടി എന്ന് പറയുന്നത്. അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു, നാസികാരന്ധ്രങ്ങൾ അശ്വിനി ദേവന്മാരും, അങ്ങയുടെ ചുണ്ടുകൾ ലോഭവും ലജ്ജയുമാകുന്നു, ദന്തനിരകൾ നക്ഷത്രവും ദംഷ്ട്ര യമനുമാകുന്നു എന്ന് പറയുകയാണ്. നിശേഷ വിശ്വരചന ജഗടാക്ഷ മോക്ഷ കർണോദിശോഷിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രബേജ ഭഗവന്നധരോത്തരോഷ്ട്രൗ താരാഗണാശ്ച ദശനാശമനം ശതംശ്ര. ശ്ലോകം 6. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപങ്ക്തി സിദ്ധാദയാ സ്വരഗണാമുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. മായാവിലാസഹസിതം ശ്വസിതം സമീരോ സമീരഃ ജിഹ്വാ ജലം വചനം ഈശാ ശകുന്തപങ്ക്തി സിദ്ധാദേഹ സ്വരഗണാഃ മുഖരന്ധ്രം അഗ്നിഃ ദേവാ ഭുജാഃ സ്തനയുഗം തവ ധർമ്മദേവ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ പുഞ്ചിരി ആണ്, പുഞ്ചിരി മായയാകുന്നതാണ്. മായാവിലാസഹസിതം, ആ മായയാണ് അങ്ങയുടെ ആ മോഹിപ്പിക്കുന്ന ആ പുഞ്ചിരി. അതാണ് പറയുന്നത് മായാവിലാസ ഹസിതം, അങ്ങയുടെ പുഞ്ചിരി മായയാകുന്നു. അതുപോലെ തന്നെ ശ്വസിതം സമീരഃ, അങ്ങയുടെ ശ്വാസം കാറ്റാകുന്നു. ജിഹ്വ ജലം, അങ്ങയുടെ നാവ്, ജിഹ്വ എന്ന് പറയുന്ന നാവ് ജലവും. അതുപോലെ തന്നെ വചനം ഈശ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ വാക്കുകൾ ആകുന്നു ശകുന്തപങ്ക്തി, പക്ഷിഗണങ്ങളും ആകുന്നു. സിദ്ധാദയ സ്വരഗണാഹ, അപ്പൊ പറയുന്ന സിദ്ധന്മാർ, അതായത് സ്വരഭേദങ്ങൾ, അങ്ങയുടെ സ്വരഭേദങ്ങളാകുന്നു ഈ സിദ്ധന്മാർ. ദിവ്യ കലാകാരന്മാരാകുന്നു, സിദ്ധന്മാരും മറ്റ് കലാകാരന്മാരുമാകുന്നു. അതുപോലെ തന്നെ മുഖരന്ധ്രം അഗ്നിഹി, മുഖരന്ധ്രം വായ അഗ്നിയാണ്. അപ്പം നമുക്കറിയാം മുഖരന്ധ്രം അഗ്നിയാണ് എന്ന് പറയണമെങ്കിൽ ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അഗ്നിക്ക് തുല്യമാണ് എന്ന് പറയുകയാണ്. അങ്ങയുടെ വായ അഗ്നിയാകുന്നു. പിന്നെ ഇനി പറയുന്നത് ദേവാ ഭുജഗാസ്, അങ്ങയുടെ ഭുജങ്ങൾ, കൈകൾ ലോകപാലന്മാരായിട്ടുള്ള ആ ദേവന്മാരും. അതേപോലെ സ്തനയുഗം തവ ധർമ്മദേവ, സ്തനയുഗം ധർമ്മദേവനുമാകുന്നു. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപങ്ക്തി സിദ്ധാദയാ സുരഗണാമുഖരന്ധ്രമഗ്നി ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. ശ്ലോകം 7. പൃഷ്ടം ധർമ്മ ഇഹ ദേവ മനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷീ സമുദ്രനിവഹാവസനന്തു സന്ധ്യേ ശേപ പ്രജാപതിയസൗ വിഷ്ണൗ ച മിത്ര. പൃഷ്ടം തു അധർമ്മം, സ്വധർമ്മം തു അധർമ്മം, ഇഹ ദേവ മനഃ
സുധാംശു അവ്യക്തം ഏവ ഹൃദയാംബുജം അംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭഃ പ്രജാപതി അസൗ വൃഷണൗച മിത്രഃ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ പൃഷ്ഠം തു അധർമ്മഃ, അങ്ങയുടെ പൃഷ്ഠം അധർമ്മമാകുന്നു, പുറഭാഗം അത് അധർമ്മമാകുന്നു. അതേപോലെ മനഃ സുധാംശു, മനസ്സ് ചന്ദ്രനും, ഹൃദയം അവ്യക്തം, ഹൃദയം എന്ന് പറയുന്നത് അവ്യക്തമാണ്. കാരണം സത്വരജ തമോ ഗുണങ്ങളുടെ ആ സാമ്യാവസ്ഥയാകുന്ന അവ്യക്തമാകുന്നു അങ്ങയുടെ ഹൃദയം. അല്ലയോ അംബുജാക്ഷ, കുക്ഷിഃ സമുദ്രനിവഹ, അങ്ങയുടെ വയർ ഉദരപ്രദേശം സമുദ്ര സമൂഹങ്ങളും, അതുപോലെ തന്നെ വസനം തു സന്ധ്യേ, വസനം വസ്ത്രം, വസ്ത്രങ്ങൾ പ്രഭാതവും പ്രദോഷവുമാകുന്നു എന്ന് പറഞ്ഞ സന്ധ്യേ, സന്ധ്യ രണ്ട് സന്ധ്യയുണ്ട്. അത് പ്രദോഷ സന്ധ്യയും പ്രഭാത സന്ധ്യയും. അതാണ് പറയുന്നത് വസ്ത്രങ്ങൾ അങ്ങയുടെ പ്രഭാതവും പ്രദോഷവുമാകുന്നു, ആ സന്ധ്യകളാകുന്നു. അതുപോലെ തന്നെ ശേഭഃ പ്രജാപതി, അങ്ങയുടെ ഗുഹ്യ അവയവം ജനനേന്ദ്രിയം അത് ബ്രഹ്മാവാകുന്നു. വൃഷണൗച മിത്രഃ, വൃഷണങ്ങൾ മിത്രദേവനുമാകുന്നു എന്ന് പറയുകയാണ് ഈ ഒരു. അപ്പൊ ഓരോരോ ഭാഗങ്ങളെ ആയിട്ട് തിരിച്ചിരിക്കുകയാണ് ബ്രഹ്മാണ്ടത്തെ തിരിച്ച് പറയുകയാണ്. അതാണ് പൃഷ്ടം ധർമ്മൈഹ ദേവ മനസ്സുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷീ സമുദ്രനിവഹ വസനന്തു സന്ധ്യേ ശേഭ പ്രജാപതി അസൗ വൃഷണൗച മിത്ര. ശ്ലോകം 8. ശ്രോണീസ്ഥലം മൃഗഗണാപദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം ദുഗാലാം വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേദേ. ശ്രോണീസ്ഥലം മൃഗഗണാഃ പദയോഃ നഖാഃ തേ ഹസ്തി ഉഷ്ട്രസൈന്ധവമുഖാഃ ഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരു ഊരു യുഗ്മചരണം കരുണാംബുധേദേ. അല്ലയോ കരുണാംബുധേ, കാരുണ്യവാനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ശ്രോണീസ്ഥലം മൃഗഗണങ്ങളും, അതായത് ആസനം മൃഗവർഗങ്ങളും, അതുപോലെ തന്നെ പദയോർനഖാസ്തേ കാലിലെ നഖങ്ങൾ, ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഃ ആന, ഒട്ടകം, കുതിര തുടങ്ങിയവയും, അങ്ങയുടെ ഗതി അതാണ് ഗമനം തുകാല, ഗമനം ഗതി വിഗതികൾ സഞ്ചാരം, അങ്ങയുടെ സഞ്ചാരം കാലവുമാകുന്നു. അതുപോലെ പറയുന്നു വിപ്രാതിവർണഭവനം, ആ വിപ്രാതിവർണ്ണ 4 ചതുർ വർണ്ണങ്ങളുണ്ട് അല്ലെ, ഏതൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ, അങ്ങനെയുള്ള ആ 4 ചതുർവർണ്ണങ്ങൾ ആകുന്നു അങ്ങയുടെ വദനാബ്ജബാഹു ചാരു ഊരു യുഗ്മചരണം എന്ന് പറയുന്നു. അപ്പം നമ്മള് വേദങ്ങളിൽ പറയുന്നത് ഭഗവാന്റെ മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണരുടെ ഉത്ഭവം എന്നാണ് പറയുന്നത്. കാരണം വേദങ്ങൾ ഉച്ചരിക്കുന്നവർ ആ ഭഗവാന്റെ ആ മുഖത്തിൽ നിന്നാണ് മുഖമാണ് അവരുടെ ഗൃഹം എന്നും, അതുപോലെ തന്നെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാരുണ്ടായത്. അവരുടെ ഭവനമാണ് കൈകൾ, ഭഗവാന്റെ കൈകളിലാണ് ക്ഷത്രിയന്മാരുടെ വാസം. അതുപോലെ തന്നെ തുടയിൽ നിന്ന് വൈശ്യരുടെയും പാദത്തിൽ നിന്ന് ശൂദ്രരും ജനിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം ജന്മഗേഹങ്ങളാകുന്നു ഇവയെല്ലാം. ഭഗവാന്റെ ചാരു ഊരു യുഗ്മചരണങ്ങള് ആണ് ഈ വിപ്രാതി വർണ്ണങ്ങളുടെ ഭവനം എന്നും പറയുകയാണ് ഈ 8ാമത്തെ ശ്ലോകത്തിൽ. ശ്രോണീസ്ഥലം മൃഗഗണാപദയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം ദുഗാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേദേ. ശ്ലോകം 9. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാം നാട്യത്സരിത്സമുദയസ്തരവശ്ചരോമാ ജീയാദിദം വപുരനിർവചനീയമീശ. സംസാരചക്രമയി ചക്രധര ക്രിയാസ്തേ വീര്യം മഹാ അസുരഗണാഃ അസ്ഥികുലാനി ശൈലാഃ
നാട്യസരിസമുദയസ്തരവശ്ചരോമ. അതായത് നാഡികൾ നാഡ്യാഹ സരിസമുദയഃ തരവഃ ച രോമഃ ജിയാരിതം വപുഃ അനിർവചനീയം ഈശ. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ. അല്ലയോ ചക്രപാണിയായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ പ്രവൃത്തികൾ, അതായത് ക്രിയകളെല്ലാം ആ സംസാരചക്രമാകുന്നു, അതായത് ആ കാലചക്രമാകുന്നു. അതുപോലെ തന്നെ വീര്യം മഹാസുരഗണോ. വീര്യം എന്ന് പറയുന്നത് ആ അസുരഗണങ്ങളും പിന്നെ അസ്ഥികുലാനി ശൈലാഹ. അസ്ഥികൂടങ്ങൾ ശൈലനിരകളും അതുപോലെ തന്നെ സരിത്സമുദയഃ. നാഡികൾ സരിത്സമുദയങ്ങളുമാകുന്നു, അതായത് സമുദ്രം, നദികളും ആകുന്നു. അതുപോലെ തന്നെ തരവശ്ചരോമ, തരവം വൃക്ഷം, അത് രോമമാകുന്നു എന്ന് പറയുകയാണ്. ജിയാദിദം വപുരനിർവചനീയമീശ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഇങ്ങനെ അനിർവചനീയമായിട്ടുള്ള ആ രൂപത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങനെ അങ്ങ് പ്രകാശിക്കുമാറാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ഒരു ശ്ലോകത്തിൽ. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാം നാട്യസരിത്സമുദയസ്തരവശ്ചരോമാം ജിയാദിദം വപുരനിർവചനീയമീശ. ശ്ലോകം 10. ഈദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാനസമയേ സ്മരണീയമാഹോ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. ഈ ദൃഗ്ജഗന്മയ വപുഹു തവ കർമ്മഭാജാം കർമ്മ അവസാന സമയേ സ്മരണീയം ആഹു തസ്യ അന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. ഈ ദൃഗ്ജഗന്മയ വപുഹു, അല്ലയോ ഗുരുവായൂരപ്പ, അല്ലയോ ഭഗവാനെ, അഥവാ വാതാലയാധിപ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ വിശ്വരൂപം അത് ഈ തവ കർമ്മഭാജാം, അങ്ങയുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക്, അതായത് ആ യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്യുന്നവർക്ക് ആ കർമ്മത്തിന്റെ അവസാന സമയത്തിൽ, ആ സമാപന അവസ്ഥയിലെ സ്മരണീയമാകൂ, സ്മരിക്കപ്പെടാവുന്നതാണ്. കാരണം ആ വിരാട് രൂപവർണ്ണനയാണ്. ആ വർണ്ണന യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുന്ന അവസരത്തിൽ അതിൻ്റെ ആ കർമ്മം അവസാനിക്കുന്ന സമയത്ത്, ആ സമാപന സമയത്ത് ഭഗവാനെ ഇത് സ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ്. തസ്യന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരൂപൻ. അങ്ങനെ ഇപ്രകാരം ഈ സർവ്വജഗത്തിൻ്റെയും ഉള്ളിൽ വിളങ്ങുന്ന അല്ലയോ ഭഗവാനെ, അത്ര വിമലാത്മനെ, അത്ര ശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ള ഭഗവാനെ, വാതാലയാധിപ ഗുരുവായൂരപ്പ നമോസ്തു നിരുന്തിരോഗൻ, ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു. എൻ്റെ സർവ്വ രോഗങ്ങളെയും മാറ്റിത്തരണമേ. നിരുന്തിരോഗാൻ, സർവ്വസകലമായ അസുഖത്തെയും എനിക്ക് മാറ്റിത്തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.